സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി നടി ഹണി റോസ്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട്. പേര് പരാമർശിച്ചില്ല എങ്കിലും അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ല എന്നും ഹണി റോസ് പറഞ്ഞു. അനുസ്, ഇപ്പൊ ഒരു ഈ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പം നമ്മൾ അതിനെ പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് നമ്മുടെ പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിസിഷൻ. അതോടൊപ്പം ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിലൊന്നും പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ്. എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്കോ ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ ഇത് നമ്മളെ എന്താ പറയാ, നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ അതൊരു ഒരു 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 മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ഇതിനകത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു, താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന്. ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു മോശം കമന്റുകൾ, പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത്, വേറൊന്നുമില്ല. എന്തായാലും മറുഭാഗത്ത് നിന്ന് ഇപ്പൊ ഈ പോസ്റ്റിൽ പറയുന്ന ആള് പ്രതികരണം നടത്തിയാൽ താങ്കൾ കൂടുതൽ പ്രതികരണം നടത്തുകയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തത് നിയമ നടപടിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ശരി, താങ്ക് യു. നടി ഹണി റോസുമായി സംസാരിച്ചത് അരുൺ ശങ്കറാണ്. അരുൺ ശങ്കർ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ കൃത്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് പേര് പറയാത്തത് എന്ന്. അപ്പോൾ അവരുടെ മറുപടി എല്ലാവർക്കും അറിയാം, അതിനൊരു പേഴ്സണൽ ഡിസിഷൻ ആണ് എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം വലിയ ചർച്ചയും ആകുന്നുണ്ട് ഈ വിഷയം. ഇനി എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഹണി റോസ് ഉദ്ദേശിക്കുന്നത്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയിരിക്കുന്നത്. തന്നെ പിന്നാലെ നടന്ന ഒരാൾ ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇയാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നുള്ള ഒരു ആരോപണമാണ് ഹണി റോസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇയാൾ ചില ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിരുന്നു, തുടർച്ചയായിട്ട് ക്ഷണിച്ചു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പോയില്ല. അതിൻ്റെ പ്രതികാരം എന്നോണം താൻ പങ്കെടുക്കുന്ന മറ്റു ചടങ്ങുകളിലേക്ക് ഇയാൾ വരാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഹണി റോസ് ഉന്നയിക്കുന്നുണ്ട്. അതായത് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ള ആരോപണമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ തൻ്റെ പേര് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിൽ പരാമർശിക്കുന്നു എന്നുള്ള ആരോപണവും ഈ പോസ്റ്റ് വഴി ഹണി റോസ് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി ആരാണെന്നുള്ളത് വെളിപ്പെടുത്താൻ ഹണി റോസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് താൻ ഈ പറഞ്ഞതിലൂടെ തന്നെ ആൾക്കാർക്ക് അത് ആരാണെന്നുള്ളത് മനസ്സിലാക്കും. അതായത് ഹണി റോസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോസ്റ്റ് വഴി ആ വ്യക്തിക്ക് ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ്. ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് ഈ പോസ്റ്റ് വഴിയും അതോടൊപ്പം തന്നെ നമ്മളോട് നടത്തിയ പ്രതികരണത്തിലൂടെയും അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് കൂടി ഇത് വലിയ മാനസിക പ്രശ്നമായി ആ ഒരു അവസ്ഥയിലാണ് ഇത്തരം ഒരു പ്രതികരണം നടത്താൻ താൻ തീരുമാനിച്ചത്. പലരും തന്നോട് ചോദിച്ചു, സുഹൃത്തുക്കളൊക്കെ തന്നോട് ചോദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് താൻ ആസ്വദിക്കുന്നുണ്ടോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, മറ്റുള്ളവരൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് താൻ ഇങ്ങനൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നത്. താൻ നിശബ്ദമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് നിയമ വഴികൾ പോകാൻ കഴിയും, ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കെതിരെ നിയമവഴികൾ പോകാൻ കഴിയും എന്ന ഒരു മുന്നറിയിപ്പും ഈ പോസ്റ്റിൽ ഹണി റോസ് നടത്തുന്നുണ്ട്. തനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നും ഈ പോസ്റ്റിൽ ഹണി റോസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വ്യക്തിക്കെതിരെ കൃത്യമായൊരു നിലപാട് തന്നെ ഹണി റോസ് എടുത്തു കഴിഞ്ഞു. അത് ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഒരു വ്യക്തി കൃത്യമായിട്ട് ഹണി റോസിനെ തുടർച്ചയായിട്ട് മോശം പരാമർശം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ആ വ്യക്തി ആരാണെന്നുള്ളത് കാണുന്നവർക്കെല്ലാം മനസ്സിലാകും എന്നുള്ളതാണ് പറയുന്നത്. വ്യക്തിയുടെ പേരെന്തായാലും പറയാൻ ഇതുവരെയും ഹണി റോസ് തയ്യാറായിട്ടില്ല. പക്ഷേ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.